എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും ഇതിൽ പാവക്കായാണ് തറ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ എന്തെല്ലാമാണ് ചേർക്കണമെന്ന് നിങ്ങൾ കണ്ട് ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക. താരേ, അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു പാവയ്ക്ക തീയൽ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈം തന്നെയാണ്. പിന്നെ വീട്ടിൽ മമ്മിയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ട് പഠിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ അമ്മച്ചി? ശരി. അപ്പോൾ പാത്രം ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാം. അത് ശരിയാണല്ലോ. അതിലെ കറണ്ടിൻ്റെ ആയതുകൊണ്ട് കുറച്ച് ഞാൻ ഗ്യാസിൻ്റെ ആ ഒരു ഓർമ്മയിലായി പോയിട്ടാ. ഓക്കെ, അപ്പം ചൂടാവട്ടെ. ചൂടാവുമ്പോൾ നമുക്ക് ഫസ്റ്റ് പാവയ്ക്കാണ് ഇടുന്നത് കേട്ടോ. മറവി എപ്പോഴും ഉണ്ടാ? ഇടയ്ക്കിടയ്ക്കൊക്കെ മറവില്ലാത്ത ആരും ഇല്ലല്ലോ ഈ ലോകത്ത്. ഞാൻ മുന്നോടിയാ. അമ്മച്ചി മറക്കാറുണ്ടോ? പിന്നെ ഞാനെല്ലാം മറവിയാണല്ലോ. ചേട്ടാ അതിനേക്കാളും മറവിയാ. മറക്കാൻ മറന്നു. ഞാനേ പണ്ട് കുട്ടന്റെ ചായക്കട എന്റെ കൂടെ, എന്റെ പാട്ടിലെ കുട്ടന്റെ കടയിലെ കട്ടൻ കുടിച്ചു. അത് ഞങ്ങൾക്ക് സൈക്കിളായിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ സൈക്കിളിന് ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പൊ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി പോയത്. അപ്പോളേ സൈക്കിളിൽ ചായ കുടിക്കാൻ പോയിട്ട് ഞാൻ സൈക്കിള് എടുക്കാതെ നടന്ന് വീട്ടിൽ വന്നു. ഉറങ്ങിയിട്ട് രാത്രി ആയപ്പോ ഞാൻ പുറത്തെ സൈക്കിൾ നോക്കണം. ഉറങ്ങാറാകുമ്പോ സൈക്കിൾ എടുത്ത് കയറ്റി വെക്കും. പുറത്ത് സൈക്കിൾ നോക്കിട്ട് കാണാനില്ല. അപ്പൊ ഭയങ്കര വിഭ്രാന്തി ആയി പോയി. ലാസ്റ്റ് ആലോചിച്ചപ്പോഴാണ് അപ്പൊ എവിടെ സൈക്കിള് രാത്രി 1 മണിയായപ്പോ അവിടെ പോയി എടുത്ത്. ആണല്ലേ? അന്ന് ഇത്ര പട്ടിയില്ലട്ടാ. പിന്നെന്താ വേറെ വിശേഷങ്ങൾ? എന്താ വിശേഷം പറഞ്ഞാല്, ഞാനൊരു ദിവസം താരയില്ലാഞ്ഞപ്പോ കഞ്ഞിക്കിട്ട് കറി വെക്കാനുള്ള ധൃതിക്ക് ഞാൻ മുളക് അരപ്പൊക്കെ കലക്കിയെടുത്ത് കഞ്ഞിക്കല് പെട്ടെന്ന് മൂടിയിട്ടില്ല കുറച്ച് വരാൻ വേണ്ടി. ഈ മുളക് അലിക്കത് കഞ്ഞിക്കെടുത്തിട്ട് കൊണ്ടിട്ട് ഞാൻ ഇല്ലാത്തപ്പോഴോ? ഞാൻ വീട്ടിൽ പോയ ടൈമിലാണോ? അപ്പൊ ഈ മുളക് അലിക്കത് കഞ്ഞിക്കെടുത്തിന്റെ വേണ്ടിട്ട് എന്നിട്ട് അത് ഭയങ്കര ഭയഭ്രാന്തമായി പോയി. പിന്നെ അതെല്ലാം കളഞ്ഞിട്ടും രണ്ടാമത് കഞ്ഞി കിട്ടും. അപ്പൊ അമ്മച്ചിക്കും മറവിയുണ്ട്. അമ്മച്ചിക്ക് മുന്നോടിയാണല്ലോ മറവി. അതല്ല വെച്ചേ, ഈ പ്രായമാകുമ്പോഴത്തേക്കും ഉണ്ടാവും. വാഷിംഗ് മെഷീനിൽ സൗണ്ട് കേട്ടോ. അപ്പൊ എണ്ണ ഇങ്ങനെ ചൂടായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് നമുക്ക് പാവയ്ക്ക ഇടാം. പാവയ്ക്ക ഇട്ടിട്ട് വറക്കാം കേട്ടോ. ഇത് ഒരു പാവയ്ക്ക ഉണ്ടായിരുന്നുള്ളൂ. ഇതിങ്ങനെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഒരുപാട് ഫ്രൈ ആവണ്ട, എന്നാലും കുറച്ച് വ്യത്യാസം വരിക. അത് തന്നെ. അപ്പം ഈ പാവയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ട് നമുക്ക് മാറ്റി വെക്കണം. പാവക്ക നിറവായിട്ട് വ്യത്യാസം വന്നാലും പാവക്കാട് ഉള്ളിൽ. ഇവിടെ എങ്ങനെയാ അമ്മച്ചി പാവയ്ക്ക ഉണ്ടാക്കുന്നത്? പാവയ്ക്ക കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാ? തീയൽ ഉണ്ടാക്കുന്നത്? പാവക്കക്കറി ഇങ്ങനെ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കുന്നത് വ്യത്യാസം ഉണ്ട് വെച്ചാൽ, പിന്നെ പീര വറുത്തരിച്ച് വെക്കും, പിന്നെ പച്ചടി വെക്കും, പിന്നെ കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞിട്ടും നമ്മുടെ പീര വെളുത്തുള്ളി ജീരകം എല്ലാം കൂടി ചതച്ച് പാവക്കമ്മലോട്ട് തിരുമ്മും. തിരുമ്മിയതിന് ശേഷം പീര കൂട്ടണതാ. ചെമ്മീനും പാവക്കും കൂടി വെച്ചിട്ടുണ്ടാകില്ല. പീര ഒരിക്കൽ ചെമ്മീനും പാവക്കും പീര ഒരിക്കൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ ഉണ്ടാക്കി കാണിക്കണം കേട്ടോ. അമ്മച്ചിയുടെ ഫാൻസ് എന്ത് പച്ചക്കറിയിലൂടെ ചെമ്മീനിടും. കൊച്ചി ചെമ്മീൻ ഉണ്ടാവുള്ളൂ. എല്ലാ പച്ചക്കറിയിലും ഇടൂല അമ്മ? പച്ചക്കറി എല്ലാവർക്കും ചെമ്മീനിടാം. ഇടാറുണ്ട് അങ്ങനെ? ഇല്ല ഇല്ല ഇല്ല, ഞങ്ങളിടും. പച്ചക്കറി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച പാവയ്ക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പണ്ടത്തെ കോമഡി അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത്. പണ്ട് ചേട്ടൻ റവ മേടിച്ചപ്പോ ഒരു കഥയുണ്ടല്ലോ, മഴയത്ത്. പണ്ടേ ഇവര്
പണിയും കഴിഞ്ഞ് വന്നു ജോലിക്ക് പഠിക്കാൻ പോയി വന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കിട്ടില്ല. ഇവർക്കാണെങ്കിൽ നല്ല വിശപ്പും അതോടൊപ്പം എനിക്കും ഉണ്ട്. അപ്പൊ അപ്പച്ച വന്നപ്പോ ഞാൻ പറഞ്ഞേ പൊടികളൊക്കെ തീർന്ന് റവ മേടിച്ചിട്ടുണ്ടാ ഇപ്പൊ ഉപ്പാവ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അപ്പച്ച പോയ പൊടിയുണ്ട പച്ചവെള്ളം പേപ്പർ ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ച് ഇതിന് ധൃതി അമ്മച്ച ഇപ്പൊ തന്നെ എന്ന് പറഞ്ഞു. ഞാൻ എന്തെടുത്ത് ചട്ടിയൊക്കെ ചൂടാക്കി ഇതൊക്കെ ഇതുപോലെയൊക്കെ മൊരിച്ച് ഉണ്ടോന്ന് വഴിയുണ്ടെങ്കിൽ വെറുതെ വാങ്ങി വെച്ചിട്ട് എന്താ തട്ടിട്ട് ചീനിച്ചട്ടിയിലിട്ട് വലിയ ചീനിച്ചട്ടിയാണ് ഇളക്കി നോക്കിയപ്പോൾ പൊടിയില്ല അടുത്ത് പോയി നോക്കിയപ്പോ പഞ്ചസാര അയ്യോ പഞ്ചസാര അപ്പച്ചൻ മറന്നുപോയോ? കടക്കാർക്ക് തെറ്റിപ്പോയതാണ്. അവിടെ നേരത്തെ പൊതിഞ്ഞു വെക്കുന്നത് പഞ്ചസാര റവയൊക്കെ ഒരേപോലെ ഇരുന്ന് വെച്ചത്. അപ്പൊ 1 കിലോ റവ വരാൻ പറഞ്ഞപ്പോ അവര് 1 കിലോ പഞ്ചസാര എടുത്തു മാറിപ്പോയതാ. അയ്യോ ആ പണ്ടത്തെ കരോക്കാട്ട് ജയിക്കോ ചേട്ടൻ എന്ന് പറഞ്ഞ പണ്ടൊരു കട ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്താ പറ്റിയെന്നറിയാമേ ഇവർക്ക് ആ സമയത്ത് വിശപ്പിൽ കൊടുക്കാൻ പറ്റിയില്ല. നമ്മുടെ എണ്ണ ഉള്ളി പച്ചവെള്ളം വേപ്പില എല്ലാം പോയി. അപ്പൊ അത് മീൻ എടുക്കാൻ പറ്റില്ല. പിന്നെ അപ്പച്ച ഇങ്ങനെ സഹിക്കാണ്ട് അടിച്ച് കൊടുത്തുമ്പോൾ പെട്ടെന്ന് വന്ന് അപ്പൊ ഞാൻ ഇതെല്ലാം പേത്താൻ ഒരുക്കി അങ്ങനെ പെട്ടെന്ന് കൊടുത്തിരിക്കും. അന്ന് ഒരു കഥയായിരുന്നത്. അന്ന് അമ്മച്ച റവ എടുത്തിട്ട് പിന്നെ അതിലേക്ക് ഇട്ടിട്ട് നല്ല മധുരമുള്ള ഉപ്പുമാവ് ഉണ്ടാക്കി തന്നു. എപ്പോഴും ഓർക്കുന്നുണ്ട് ആ ഉപ്പുമാവിന് ഭയങ്കര മധുരമാണ്. പഞ്ചസാര ലൈനിലേക്ക് അത് തന്നെ ഇട്ട് എന്നിട്ട് എല്ലാരും കഴിച്ചോ? എന്നിട്ട് ചെറുപ്രായമല്ല പക്ഷേ ഇത് കഴിക്കണമെന്ന് പറഞ്ഞാൽ അത് കഴിക്കുക അനുസരണമുള്ള പ്രായം. ഇന്നാണെങ്കിൽ അത് കേൾക്കില്ല. അതെനിക്ക് വേണ്ട മധുരമാണ് അമ്മച്ചീൻ്റെ പറയും. അന്ന് നല്ല അനുസരണയായിരുന്നു. അന്ന് നല്ല അനുസരണമാണ്. ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ എഴുന്നേക്കനോടൊപ്പം പാത്രം പൊക്കിക്കൊണ്ട് വേണം. പാത്രം പൊക്കിയിട്ട് കഴുകി കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കണം. അതിപ്പോഴും വെക്കാറുണ്ടല്ലോ ഫുഡ് കഴിക്കുന്ന പാത്രം. കൊച്ചേട്ടനും എല്ലാരും ഇങ്ങനെയാണ് ഇവിടെ. അപ്പൊ പാവയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇത്രയായാൽ മതി. നമുക്കിത് കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇത് എൻ്റെ സ്റ്റൈല് മാത്രമാണ്. ചിലപ്പോൾ നിങ്ങളൊന്നും ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തത് കണ്ടുപിടിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫ്രൈ ആക്കിയത് മാറ്റി വെച്ചു. ഇനി നമുക്ക് കുറച്ചും കൂടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉള്ളി, അതായത് ചെറിയ ഉള്ളി വഴറ്റിയെടുക്കാം. മതി. അപ്പം അതൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ എണ്ണ ഒഴിച്ചു. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കടുകും കൂടി ഇടാം. ഞാൻ എന്തായാലും ഇടുന്നുണ്ടേ. ഇടുവാണേ. പൊട്ടുന്നില്ലല്ലോ. പൊട്ട് വരുന്നുണ്ട്. വേഗം പൊട്ട്. അയ്യോ ചേട്ടാ പേടിപ്പിക്കില്ല കേട്ടാ. ഷോ തെറിക്കൊന്ന് പേടിയാ. കടുകിട്ടാലേ നോക്കാൻ പേടിയാ. പൊട്ടിത്തെറിച്ചാലോ എന്ന് പേടിച്ചിട്ട്. ഷേ എണ്ണ ചൂടായിട്ടില്ല. ഗ്ലാമറായില്ലേ? ഗ്ലാമറായെന്ന്. ഞങ്ങൾ ഇവിടുത്തെ ജയഭാരതിയാണ്. അമ്മച്ചിക്ക് ഇഷ്ടം ജയഭാരതി അല്ലേ? അപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ ജയഭാരതി കേട്ടോ. അപ്പൊ പൊട്ടുന്നുണ്ട്. മലയാളത്തിൽ വന്നാണത്. പട്ടൊല്ല പോയി കണ്ടെന്ന പട്ടൊല്ലി ഭയങ്കര പേരാണ്. ജനെല്ലാം വന്ന് കൂടണ പട്ടൊല്ല. അന്ന് 3 ഷോയ 4 ഷോയ അവിടെ നടക്കും. അങ്ങനെ ബെൻഡുകാർക്ക് കാണാൻ പോയപ്പോൾ നമ്മളെ പരിസരവാസികൾ എല്ലാവരും കൂടിയേ പോവുള്ളൂ. അങ്ങനെ അന്നത്തെ കൂട്ടായ്മ. എന്നിട്ട് ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര മഴ കണ്ട് തിരിച്ചു വരാം. എല്ലാവർക്കും കൂടെ ഒരു കൂടെ ഉണ്ടാവില്ലേ. അത് കടയുടെ വാതിക്കെ കയറി നിന്നേ പഴം നിട്ട് നിൽക്കില്ല. അങ്ങനെ എന്തെടുത്ത് നടന്നിങ്ങാട് പോന്ന് മഴയും നനഞ്ഞ്. അതെവിടെയായിരുന്നു പോയത് സിനിമ കാണാൻ? കോപ്പുംപടി പട്ടേല്. അന്നത്തെ സിനിമയുടെ പേരാണ് ഏറ്റവും നല്ല പേര് കേട്ട സിനിമയാണ് പട്ടേല്. ആ ബെങ്കറും നടനാരോന്ന് അറിയാൻ പറ്റില്ല. സിനിമ കാണാൻ പോയി. സിനിമ കണ്ട് ഇങ്ങോട്ട് പോന്ന്. അതിപ്പോ 10-60 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്.
അന്ന് കയറിയത്ര ആൾക്കാർ തന്നെ പുറത്തു കൊണ്ടുപോയി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആയിരുന്നാ? ആ അതിൻ്റെ അകത്തിട്ട് കയറിയാൽ അപ്പം നമുക്ക് പുറത്തെ കാര്യം ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി കടുക് പൊട്ടി. ഇനി ചെറിയ ഉള്ളി ഇടാം കേട്ടോ. കൊച്ചുള്ളി, കൊച്ചുള്ളി. ഞങ്ങൾ ചുവന്നുള്ളി എന്നാ പറയുന്നത്. പട്ടേൽ തിയേറ്ററിൽ സിനിമ വെച്ച് നമ്മുടെ വീട് വരെ കേൾക്കാം പാട്ട് കേൾക്കാറുണ്ടാ? പാട്ട് കേൾക്കും. 2 കിലോമീറ്റർ ദൂരം ഉണ്ട്, എന്നാലും പാട്ട് കേൾക്കാറുണ്ട് പട്ടേൽ തിയേറ്ററിൽ. ഇപ്പോഴും ഉണ്ടോ അത് ആ തിയേറ്ററിൽ? ഇല്ല, അതൊക്കെ പോയി. വർഷങ്ങളായി പോയിട്ട്. അവിടെ മാളുണ്ട് ഇപ്പൊ. ആഹാ, ആ മാളിൽ പോയി നമ്മൾ ഭക്ഷണം കഴിച്ചത്. ആ അതെ. സാൾട്ട് റെസ്റ്റോറന്റ്. അന്നത്തെ കാലത്ത് അവിടെ നല്ല വായിച്ചായിരുന്നു പട്ടേലിൻ്റെ. പട്ടേല് പാട്ട് കേൾക്കാൻ ഇവിടെ വീടുകളിലൊക്കെ ഇങ്ങനെ രാത്രി അപ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ട് ആൾക്കാർ വന്നിരിക്കും കഥയൊക്കെ പറഞ്ഞ്. അപ്പം അതേ പട്ടേല് പാട്ട് കേൾക്കാൻ നമുക്കാന്ന് ഉറങ്ങാം. അപ്പം പലതായിട്ടുള്ളേ അപ്പൊ ഇതിലേക്ക് ഞാനേ പച്ചമുളക് കീറിയതും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പട്ടേല് അന്ന് പട്ടേല് കൊടികുത്തി വാഴുന്ന കാലമാണല്ലോ. എല്ലാ സിനിമ അവിടെ വരുള്ളൂ. ആ ഹൗസ്ഫുള്ള നല്ല കാശിളാക്കി വെച്ച പടമാണത്. കറിവേപ്പിലയും കൂടി ഇട്ടു. അത് കഴിഞ്ഞ് കണ്ട പടം ഏതാ? അത് കഴിഞ്ഞ് പടം കണ്ടത് പൂച്ചക്കണ്ണി. പൂച്ചക്കണ്ണി നടനാരാ? നടനൊക്കെ അന്നത്തെ കാലത്ത് നടനൊക്കെ ഒന്നും ആരും നോക്കിയൊന്നുമില്ല. നടിയാ? സിനിമക്ക് പോയി സിനിമക്ക് അഴക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഒരാഴ്ചത്തെ ബുദ്ധിമുട്ടാണ്. അപ്പച്ചോട് ചോദിക്കണം, പിന്നെ വന്ന ആൾക്കാർ കൂടെയുള്ള കൂട്ടുകാരോട് ചോദിക്കണം, എല്ലാവരും വന്ന് അപ്പച്ചോട് ചോദിക്കണം, ജോസഫേട്ട ഞങ്ങൾ സിനിമക്ക് പോയിട്ട് എന്ന് ചോദിക്കാം. അപ്പം അപ്പച്ചൻ വരെ വന്നപ്പോൾ എല്ലാവരും കൂടി പോയി വരുന്ന കൂട്ടാ അന്നേരം. അത്രേ ഉള്ളു. അപ്പച്ചൻ്റെ കൂടെ പോയത് ഏത് സിനിമ കാണാനാ? അപ്പച്ചൻ പട്ടികളിൽ മിക്കവാറും പോകുന്നുണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് കോക്കേഴ്സ് എന്നും പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോകും. ആ പട്ടികളിൽ നടന്നു പോയാൽ മതി. കോക്കേഴ്സിനൊക്കെ പോകണമെങ്കിൽ ബസ്സിന് പോകണം. അപ്പൊ വീട് തീർപ്പില്ല. പിന്നെ തുലാഭാരം പോയി കണ്ട് തിയേറ്ററിൽ. അത് കോക്കേഴ്സിനാണ്. കുറച്ചുപ്പ്. തുലാഭാരം ഭയങ്കര ആളായിരുന്നു. ഭയങ്കര ആളാണെന്ന്. കാലത്ത് 1 മണിക്കത്തെ 2 മണിക്ക് തുടങ്ങുന്ന പടത്തിൽ പോയിട്ട് അന്ന് ടിക്കറ്റ് കിട്ടിയില്ല. ഇന്നത്തെ പോലെ ഒന്നും പോകണമെന്നില്ല പറയാനിട്ട്. അപ്പോൾ ആദ്യത്തെ സിനിമ കഴിഞ്ഞ ആളിറങ്ങിയപ്പോൾ ഞങ്ങൾ വഴിക്കൂടി പോകണം. വീട്ടിലൊന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്നത്തെ ഷോ കഴിഞ്ഞാൽ വരുള്ളൂ എന്ന് പറയാൻ പറഞ്ഞു. അല്ലെങ്കിൽ അപ്പച്ചൻ ഇവിടെ വരുമ്പോൾ നല്ല പണക്കാരില്ല. അപ്പോൾ അപ്പച്ചൻ ഇവിടെ വന്നപ്പോൾ ചോദിച്ചാൽ എന്താ താമസം? അപ്പോൾ വസ്താത്തി ഉണ്ട്, അതുപോലെ അപ്പം ജോസഫ് ഏട്ടാ ചെന്നിട്ട് ടിക്കറ്റ് കിട്ടിയില്ല, അപ്പം ഞങ്ങൾ ഇനി മടങ്ങി വരണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ കയറിയെന്ന് പറയും. പിന്നെ അന്ന് പണക്കം കേട്ടില്ല. അത്രയും നല്ല പടമായിരുന്നു തുലാഭാരം, ശാരദയുടെ പടം. ഞാൻ കണ്ടിട്ടുണ്ട് ആ പടം. നല്ല സൂപ്പർ പടമാണ്. നല്ല അഭിനയമായിരുന്നു ശാരദ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ അന്ന് എല്ലാ ആൾക്കാരും പഴന്മാരല്ല. ശാരദയുടെ ത്യാഗങ്ങൾ കാണുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര കരച്ചിലായിരിക്കും. കരച്ചിൽ നല്ല പാട്ടുണ്ട്, നല്ല പാട്ടുമുണ്ട്, എല്ലാം കരച്ചിലുണ്ട്. ഇന്നത്തെ കാലത്ത് സിനിമ കണ്ടുപിടുത്തമ്പോൾ ആരും കരയില്ല കേട്ടോ. മനസ്സിലായി ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള അഭിനയമാണ്. ആകാശദൂത് കണ്ടിട്ട് കരഞ്ഞില്ലേ? ആകാശദൂതിന് ഇത്തിരി സങ്കടം വന്നു. അപ്പൊ ഇത് അഭിനയം ആണെങ്കിൽ വീട്ടിൽ സംഭവിക്കുന്ന സംഭവമാണെന്ന് നേരത്തെ കരുതി സങ്കടം വന്നു. നല്ല സിനിമയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്ത കരയും. അപ്പൊ ഇത് തേങ്ങ വറുത്തതാണ് കേട്ടോ. അപ്പൊ ഇത് അരച്ചിട്ട് നമുക്ക് ഇതിൽ ചേർക്കണം. അപ്പൊ ഇത് ഞാൻ അരച്ചിട്ട് വരാം. ആ അപ്പത്തിന് അമ്മച്ചി ഇതിങ്ങനെ ഇളക്കി വെക്കും കേട്ടോ. കുറച്ചരച്ചാൽ പോരാ? പിന്നെ കുറച്ചും കൂടി ഇറച്ചി കഴിക്കുമ്പോൾ വെക്കാം. അപ്പം നമ്മുടെ ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികളിടാം. അതായത് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ സാദാ മുളക് പൊടി, പിന്നെ ചെറുതായിട്ട് കുറച്ചൊരു ഉലുവ പൊടിച്ചതുണ്ട് കേട്ടോ. ചുമ വരുന്നുണ്ട്. കൊള്ളൂലെന്നാണോ? ഇല്ല ഇല്ല.
ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുമ്പോൾ നമുക്കതിലേക്ക് പുളിവെള്ളം നമ്മുടെ അരപ്പില്ലേ അത് ഒഴിക്കാം കേട്ടോ. ഇല്ലായിട്ടാണ് ഇത് വറുത്തരപ്പാൻ നമ്മളുണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്യുന്നു. ചുമ വരുന്നു ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴേ, അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴേക്കും നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കാം കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി. എന്ത് പുളിയാ? ഇത് പിഴിയുന്ന പുളി, പിഴിപുളി, വാളംപുളി. നാടപ്പുളി. അത് കുറച്ചിങ്ങനെ ചേർക്കാം കേട്ടോ. ഓക്കെ, പോരെ. അപ്പം എന്നിട്ടിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പാവയ്ക്ക ഫ്രൈ ആക്കി വെച്ചത് ചേർക്കാം കേട്ടോ. ചേർക്കുവാണേ. പാവയ്ക്ക് കുറഞ്ഞു പോയോ? പാവയ്ക്ക് കുറഞ്ഞു പോയി. അരപ്പത്തിൽ കൂടിപ്പോയി. അങ്ങനെ കുഴപ്പമില്ല, ചോറും കൂടി പെരട്ടി അടിക്കാമല്ലോ. അതെ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ അതിലേക്ക്. വാട്ടർ. തിളക്കണേ. നല്ല മണം വന്നിട്ടാ. മണമുണ്ടെങ്കിൽ ഗുണമുണ്ട്. ഗുണമുണ്ടാവില്ല. തിളക്കണത് ഇളകണ്ട. ഇത് പേരെന്താ? പാവയ്ക്ക കറിയെന്നോ പാവയ്ക്ക തീലെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ വിളിക്കാം. പാവക്ക വറുത്തരച്ചത്. അതെ, പാവയ്ക്ക വറുത്തരച്ചത്. പറ്റണേ. കുറച്ച് പറ്റും. അപ്പം അങ്ങനെ എൻ്റെ പാവയ്ക്ക തീയലിനാണ് ഞാൻ ഇട്ടേക്കുന്നത്. തീയലാണോ കറിയാണോ എന്ന് കോമഡി. അതെ, പീര വറുത്തരച്ച് വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങളിനി ചോറും കൂട്ടി കഴിക്കും അല്ലേ? അപ്പൊ കഴിച്ച് കാണിക്കേണ്ട ആള് വരൂ കേട്ടോ. ഇപ്പം നല്ല മണം കേട്ടോ. അപ്പോൾ പാവയ്ക്ക തീയിൽ റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം കുറുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ചെറിയൊരു ബൗളിലേക്ക് ഞാൻ മാറ്റുവാണേ. സൂപ്പർ, താങ്ക് യു. ഓക്കെ, അപ്പോൾ പാവയ്ക്ക തീയല് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് കഴിച്ചു നോക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒരാളെ വിളിക്കാം. ആരാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ ആൾക്കുള്ള ചോറ് ഞാൻ എടുക്കട്ടെ കേട്ടോ. ഞാൻ താര ഉണ്ടാക്കിയ എന്താ പറയാ പാവക്ക താരപ്പാവക്ക കറി. താരപ്പാവക്ക കറി. അപ്പോൾ പാവക്ക കറി ഇതുണ്ട്. സാധനങ്ങൾ നോക്കിയേ, അടിപൊളിയുണ്ട്. ശരിക്കും ഇത് കല്യാണ വീടുകളിലേക്ക് കിട്ടുന്ന ഓർമ്മ ഇത്തിരി ഇട്ടിട്ടുണ്ട്. നല്ല ചോറ് ഇതുണ്ടാ. ഇത് അയില. അമ്മച്ചി വെച്ച അയില ഉണ്ടാ. നടുപ്പീസ് വേണം ഉണ്ടാ. അരച്ചു വെച്ചവനെ എനിക്ക് സ്വല്പം ഭാഗ്യവശായി എന്നെ പരാതിപ്പെട്ടില്ല വരും ഞാൻ. ഉണ്ടാ ചാറ്, അയിലച്ചാറ്. കഴിക്കേണ്ടത് അയിലച്ചാറ് കൂട്ടിയല്ല കേട്ടാ. താരട പാവക്ക. അമ്മച്ചി ഇത് ഞാൻ കഴിച്ചോണ്ടിട്ടാ. പാവക്ക മാത്രം. അടിപൊളി. പാവക്ക മാത്രം കഴിച്ചോണ്ടാ. പാവക്ക മാത്രം കഴിച്ചു നോക്കിയേ. മൂത്തിരിക്കുന്നുണ്ട് നിൽക്കാൻ പറ്റി. സൂപ്പറാട്ടാ. പിന്നെ അയില. അതിനെനിക്ക് വേണ്ട. അയില അമ്മച്ചിക്ക് തരൂല. അയിലച്ചാറും അതിലൊന്ന് തനിച്ച് കൂട്ടി നോക്കാം.
മുട്ട അയില ഒഴിക്ക് അതിൻ്റെ ഇപ്പം പിന്നെ ഇവിടെ തേങ്ങ വീണിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പർ ഫുഡാണ് ട്ടോ. നമ്മുടെ പാവക്കക്കറിയും ചോറും അയില അല്ലേ തേങ്ങ അരച്ച് വെച്ചതും രാവിലത്തെ കടല ഇരിപ്പുണ്ട്, വേണം. അത് വേണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താരയുണ്ട വീഡിയോ പിടിക്കുന്നത്.